പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വലിയ ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ദൈവാനുഭവം നിറയപ്പെടാൻ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ അവസ്ഥകളും വളരെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും ഈ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്കിങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ചാലോ? രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് നമുക്ക് ഈ പ്രാർത്ഥന നമ്മുടെ ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ദൈവം ഇടപെടണം എന്നാഗ്രഹിക്കുന്ന എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഉയർത്തിയ കൈകൾ അങ്ങയുടെ സന്നിധിയിലേക്കാണ്. കർത്താവ്, ഈ ഭൂമിയിൽ പല മനുഷ്യരുടെ മുമ്പിൽ ഞങ്ങൾ കൈ നീട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്നോളം ഞങ്ങൾക്ക് സഹായം കിട്ടിയിട്ടില്ല. എന്നാൽ അങ്ങയുടെ മുമ്പിൽ കൈ നീട്ടുന്ന ആരെയും അങ്ങ് ഉപേക്ഷിക്കുകയില്ലല്ലോ. ഞങ്ങളുടെ കുടുംബത്തെയാണ് ഈ കരങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് അത്ഭുതകരമായി ഇടപെടണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലെ ഇന്നയാളുടെ മേൽ പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിൽ ചില ആളുകളുടെ മുഖം തെളിഞ്ഞു വരും. അവരെ ഓർക്കണം. അതൊരു പക്ഷേ ജീവിത പങ്കാളിയാവും, മക്കളാവും, സഹോദരങ്ങളാവും, നിങ്ങളുടെ അയൽവാസികളാവും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർ, ഒരുപക്ഷെ ജോലി സ്ഥലത്തുള്ളവർ, കൂടെ പഠിച്ചവർ, ഇടവകയിലുള്ളവർ, ആരുമായിക്കൊള്ളട്ടെ. കർത്താവെ, ഇതാ ഈ അൾത്താരയിൽ ഞങ്ങൾ ഉയർത്തുന്നു. അങ്ങ് അത്ഭുതകരമായി ഇടപെടണമേ, ഇടപെടണമേ. ചേർന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. അല്പം കൂടെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ ശുശ്രൂഷ സമയത്ത് വലിയ ദൈവാനുഭവം ഓരോ വ്യക്തിയിൽ സംഭവിക്കാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഉയർത്തിയ കൈകൾ സ്വർഗത്തിലേക്കാണ്. കർത്താവെ, ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, ഓർത്തോർത്ത് ദുഃഖിക്കുന്ന അനേക സംഭവങ്ങളുണ്ട്. അതെല്ലാം കൈരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്ന സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു വിടുതൽ സംഭവിക്കണം. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. പോരാ പോരാ, സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ, നാവ് തുറന്ന് സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ്, അത്ഭുതകരമായ ഒരു ദൈവശക്തി ഓരോ വ്യക്തിയുടെയും ശരീരത്തിലേക്ക് പ്രവർത്തിക്കട്ടെ, ഓരോ കോശങ്ങളിലേക്ക് പ്രവർത്തിക്കട്ടെ, ഓരോ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് പ്രവർത്തിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ
അങ്ങയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് കൈകളടിച്ച് വിശ്വസിച്ച്, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശരീരത്തിന്റെ മേലുള്ള അധികാരം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആത്മാവേ, ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആഗ്രഹിച്ച് കൈയടിച്ചേ പോരാ, നന്നായിട്ട് ശക്തിയോടെ. ആമേൻ. പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ നിറയണമേ. ചേർന്ന് പാടി. പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ ചേർന്ന് പാടുകയും. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ നിറയണമേ. തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ. ആമേൻ. തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായി എന്നിൽ കത്തണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ചേ, നാവ് തുറന്ന് സ്തുതിച്ചേ, ഹൃദയം തുറന്ന് സ്തുതിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് സ്തുതിച്ചേ. ദൈവത്തിനാത്മാവ് ശുശ്രൂഷ സമയം ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. എല്ലാ ഭാരങ്ങളും പരിശുദ്ധാത്മാവിൽ മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം ഓരോ വ്യക്തിയിലേക്ക് ചൊരിയപ്പെടട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയിലേക്ക് സംഭവിക്കപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ശിരസിൽ കമിഴ്ത്തി വയ്ക്കുക. കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 115 വചനം 12. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 115 വേഴ്സ് 12. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഓ ദൈവമേ, ഇതെന്നിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ച് അത് ഏറ്റെടുക്കുക. കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലയ്ക്കകത്തുള്ള എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഉത്തരം കണ്ടെത്തണം. എങ്ങനെയെന്നറിയോ? ദൈവം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ കുടുംബ മഹിമയല്ല, എൻ്റെ കഴിവുകളല്ല, മറിച്ച് ദൈവം എന്നെ അനുഗ്രഹിക്കും. ബാറൂക്കിന്റെ പ്രവചനം 4-ാം അധ്യായം 30-ാം തിരുവചനം. ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. സ്വയം ഏറ്റെടുത്തേ. ദൈവം നിന്നോട് പറയുന്നു, ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. ദൈവമേ, അങ്ങാണ് എനിക്ക് പേരിട്ടത്, അങ്ങ് തന്നെ എനിക്ക് ആശ്വാസമരുളും. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. യോനായുടെ പ്രവചനം 2-ാം അധ്യായം 2-ാം തിരുവചനം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി.
പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, നീ വിശ്വസിക്കുക, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നീ വിശ്വസിക്കണം. യെശയ്യായുടെ പ്രവചനം 33-ാം അധ്യായം 2-ാം തിരുവചനം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് ഈ പ്രാർത്ഥന ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവേ, കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ, ആയിരിക്കണമേ. കർത്താവേ, കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ, രക്ഷയുമായിരിക്കണമേ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് ഈ പറഞ്ഞ വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുക. കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണു തുറന്ന് കരങ്ങൾ കൂപ്പി സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി നന്നായി പുഞ്ചിരിച്ച് അവർക്കൊരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട വൈദികൻ മരിച്ചു. അച്ഛൻ്റെ പേര് ഫാദർ മൈക്കൽ പനച്ചിക്കൽ. ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ഈ അച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അച്ഛൻ്റെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. തിരുനാമ കീർത്തനം പാടാത്ത മലയാളികളുണ്ടോ? തന്നാലും നാഥ ആത്മാവിനെ പാടാത്ത മലയാളികളുണ്ടോ എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ ഇത്രമേൽ ക്രൈസ്തവ ഗാനരംഗത്ത് ഇഷ്ടംപോലെ ഭക്തിഗാനങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച പ്രിയപ്പെട്ട മൈക്കൽ പനച്ചിക്കൽ അച്ഛൻ. കോട്ടയത്താണ് അച്ഛൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. ഞാൻ ഈ അച്ഛനെക്കുറിച്ച് ഇന്നേ ദിവസം പ്രത്യേകം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ചൊന്നല്ല, ഒരു 26 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ച ഒരു കുഞ്ഞു കാര്യം. വർഷം 2000 ആണ്ടിൽ ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂൺ മാസത്തിലാണ്, ഇതേതു മാസമാണ്? ജൂൺ മാസമാണ്. 2000 ആണ്ടിൽ ജൂൺ മാസത്തിൽ ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുന്നു ബാംഗ്ലൂരിൽ. അപ്പോഴാണ് എൻ്റെ അപ്പൻ രോഗിയായി ആശുപത്രിയിൽ 3-4 ദിനങ്ങൾ കഴിഞ്ഞു അപ്പൻ്റെ മരണം. ഞങ്ങൾ 7 മക്കളാണ്, ഞാൻ 7ാമത്തെ ആളാണ്. അപ്പൻ്റെ മരണം കുടുംബത്തിൽ വലിയ ഭാരമുണ്ടാക്കി. പല കാരണങ്ങൾ കൊണ്ട്, സാമ്പത്തികമായ വിഷയങ്ങൾ മാത്രമല്ല, കുടുംബത്തിൽ പലതരത്തിലുള്ള ഭാരം. ഇതെൻ്റെ ഉള്ളിൽ ശക്തമായൊരു ഭാരമായി മാറി. ഏറ്റവും ഇളയ ആള് എന്നുള്ളതിനെനിക്ക് മാത്രമല്ല, വീട്ടിൽ അമ്മയോട് അടങ്ങാത്ത സ്നേഹവും. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അമ്മയെ നോക്കണം. ശവസംസ്കാര ശുശ്രൂഷയെ കഴിഞ്ഞ് സെമിനാരിയിലെത്തി. പക്ഷെ എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭാരം. അമ്മയുടെ കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ഈ ചിന്ത എൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, എൻ്റെ ഉള്ളിൽ പിശാച് പറഞ്ഞതായിരിക്കും, ഒരു ചിന്ത കയറി വന്നു,
അങ്ങനെയെങ്കിൽ സെമിനാരി ജീവിതം അവസാനിപ്പിച്ച് നീ തിരിച്ചുപോയി നിന്റെ അമ്മയെ നോക്കുക. ദൈവവിളി പൗരോഹിത്യ ജീവിത വിളിയോട് മടുപ്പോ വിരസതയോ ഒന്നുമല്ല, മറിച്ച് അമ്മയോടുള്ള സ്നേഹം, കുടുംബത്തിലെ കാര്യങ്ങളോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ അത്രമേൽ കടന്നു വന്നപ്പോൾ ഇത് തൽക്കാലം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു പൈശാചിക ചിന്ത. അപ്പോഴാണ് ഞങ്ങളുടെ സെമിനാരിയിൽ ബഹുമാനപ്പെട്ട മൈക്കൽ പനച്ചിക്കൽ അച്ഛൻ ഞങ്ങളുടെ വാർഷിക ധ്യാനം നടത്താൻ, ആനുവൽ റിട്രീറ്റ് നടത്താൻ സെമിനാരിയിൽ വന്നത്. ഞങ്ങളുടെ ധ്യാനം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത എന്നെ വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നു. ധ്യാനത്തിനിടയ്ക്ക് ഞാൻ മൈക്കൽ അച്ഛൻ്റെ മുറിയിൽ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ വല്ലാണ്ടൊരു ഭാരപ്പെട്ട അവസ്ഥയിലാണ്, ഞാൻ എന്തു ചെയ്യും? ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഈ മൈക്കിൾ അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ബ്രദർ തിരിച്ച് സെമിനാരിയിൽ നിന്ന് ഇതുപേക്ഷിച്ച് വീട്ടിൽ പോയാൽ കാര്യങ്ങളൊക്കെ ശരിയാകുമോ? ഞാൻ പറഞ്ഞു, കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ കാര്യങ്ങളൊക്കെ ശരിയാക്കണം. അപ്പോൾ ഉടനെ ഈ അച്ഛൻ എന്നോട് പറഞ്ഞ അടുത്ത കാര്യം, ബ്രദറിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിയായ പോരെ, അത് സെമിനാരിയിൽ നിന്നുകൊണ്ടും ആവാം. ഞാൻ ചോദിച്ചു, അതെങ്ങനെ നടക്കും, അതെങ്ങനെ സാധ്യമാവും? അപ്പോൾ ഈ മൈക്കൽ പനച്ചിക്കൽ അച്ഛൻ എൻ്റെ മുമ്പിൽ ഒരു കരാർ ഒപ്പിടുന്നത് പോലെ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ബ്രദർ സെമിനാരിയിൽ നിലനിന്ന് ഒരു വൈദികനായി ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചാൽ ഈശോ ബ്രദറിൻ്റെ കാര്യം, ബ്രദറിൻ്റെ നിയോഗം, ബ്രദറിൻ്റെ വീട്ടുകാര്യം ഏറ്റെടുക്കും. ഇതൊരു കരാറാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ബ്രദർ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചാൽ ഈശോ ബ്രദറിൻ്റെ കാര്യം നോക്കിക്കൊള്ളും. ഇനി ഒരു കാര്യം കൂടെ ബ്രദർ അറിഞ്ഞിരിക്കണം, ബ്രദറിനെ കൊണ്ട് പറ്റുന്നത് ഇത്രയൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഈശോ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താ മെച്ചമെന്നറിയോ? ഈശോ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബ്രദറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ 100 ഇരട്ടി മികവോടുകൂടെ ഈശോ ചെയ്യും. 100 ഇരട്ടി മികവോടെ ഈശോ ചെയ്യും. ബ്രദർ എന്തു പറയുന്നു? ഇതൊരു കരാറാണ്. ബ്രദർ ഇവിടെ ഒപ്പിട്ടാൽ, ബ്രദറെ ഓർത്തുകൊള്ളൂ, ഈശോ ബ്രദറിന്റെ കുടുംബത്തിൽ ബ്രദർ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായി കാര്യങ്ങൾ ചെയ്യും. ഞാനിത് കേട്ടപ്പോൾ ഇത് കൊള്ളാമല്ലോ, നല്ല ഒരു കരാറ്. എൻ്റെ ദൈവവിളി ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല, അതേസമയം തന്നെ എൻ്റെ കരാറ് കൊള്ളാം, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഈശോ നോക്കുകയും ചെയ്യും. അങ്ങനെ ബഹുമാനപ്പെട്ട മൈക്കൽ പനച്ചിക്കൽ അച്ഛൻ്റെ അടുക്കെ വെച്ച് ഹൃദയം കൊണ്ട് ഞാനൊരു ഒപ്പിട്ടു. അങ്ങനെയാണ് ഒരു വൈദികനായി ഇന്ന് ഈ അൾത്താരിൽ നിന്ന് ഈ വചനം ഞാൻ പറയുന്നത്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, ഹല്ലേലൂയാ. ഞാനിത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു കാര്യം നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉറപ്പിക്കണം. ജീവിതത്തിൽ ദുരിതങ്ങളും പീഡകളും എല്ലാം ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നു എന്ന് കരുതി, ദൈവത്തോട് ചേർന്നിരുന്നു എന്ന് കരുതി ഇനിമേലിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതല്ല, മറിച്ച് എല്ലാ പ്രശ്നത്തിന്റെയും ദുരിതത്തിന്റെയും മുകളിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, എനിക്കൊരു ദൈവമുണ്ട്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് സങ്കീർത്തനം 116 10 തിരുവചനം പഠിപ്പിക്കുന്നു. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ദാവീദ് രാജാവ് സങ്കീർത്തനത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വീകരിക്കാൻ വേണ്ടി പറയുവാണ്. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ദുരിതങ്ങൾ, ഞെരുക്കങ്ങൾ എണ്ണമില്ലാത്ത വണ്ണം പലതാണ്. എന്തു ചെയ്യുമെന്ന് വിഷമിക്കുമ്പോൾ നീ തമ്പുരാൻ കർത്താവിലുള്ള വിശ്വാസം പിടിവിടരുത്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ദാനിയേലിന്റെ പ്രവചനത്തിൽ സുന്ദരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തും. ദാനിയേലിന്റെ പ്രവചനം അതിന്റെ 3-ാം അധ്യായം 17 18 തിരുവചനം. ദാനിയേലിന്റെ പ്രവചനം 3-ാം അധ്യായം 17 18 തിരുവചനം. ബൈബിളും തുറന്ന് കണ്ടുപിടിച്ച് ദാനിയേലിന്റെ പ്രവചനം, ബുക്ക് ഓഫ് ദാനിയേൽ. രാജാവേ, വായിച്ചോ. ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന്
ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. കണ്ടോ, അതായത് 3 യുവാക്കന്മാര് ഇതാ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രാജാവിനോട് പറയാണ്, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. അടുത്ത വചനം ഒന്ന് വായിച്ചേ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വചനം. വായിച്ചേ. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തെയോ ആരാധിക്കുകയില്ല. കണ്ടോ, ഇതാണ് ഇതിന്റെ വിശ്വാസത്തിന്റെ ബേസ്. ഇതാ പറയാണ്, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിലും, ഇനി ഈ തീച്ചൂളയ്ക്കകത്ത് പെട്ട് വെന്തുരുകിയാലും ഈ ദുരിതം ഞങ്ങളെ നശിപ്പിച്ചാലും, ഞങ്ങളുടെ ജീവിതം തീർന്നാലും ഞങ്ങൾ സത്യദൈവത്തെ ആരാധിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞേ ആമേൻ, 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 ആമേൻ. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് വിശ്വസിക്കണം. ഞാൻ തളർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഇന്നെനിക്കുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും എൻ്റെ ദൈവത്തെ അള്ളിപ്പിടിക്കാൻ ദൈവം തന്നതാണ്. കർത്താവെ, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. നന്ദി പറഞ്ഞോണം. കർത്താവെ, ഇന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥ അങ്ങേക്കറിയാം. അങ്ങ് എന്നിൽ ഇടപെടുന്നു. വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് എന്നിട്ട് മുട്ടുകുത്തിക്ക്. ഈശോയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും സിസ്റ്റേഴ്സ് സമർപ്പിതരുണ്ടെങ്കിൽ അവരെ ഓർത്തെ. അവരിവിടെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ നിങ്ങൾ അവരെ ഓർക്കുക. സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം കൂടെയാണ്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള, ഒരുപക്ഷെ ഞങ്ങളുടെ ദേശത്തുള്ള, ഞങ്ങളുടെ പരിചയത്തിലുള്ള, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള, ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ചിട്ടുള്ള, ഞങ്ങളുടെ ദൈവവിളിയിൽ ഞങ്ങളെ നിലനിർത്താൻ കൂടെ നിന്നിട്ടുള്ള അനേക സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെ ഓർക്കുന്നു. കർത്താവെ, നന്ദി പറയുന്നു. ഈ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതകരമായി ഇടപെടണമേ. പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ആരാധന, ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.